പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, നമ്മുടെ പാർട്ടി ഒരു ഉണർത്തെഴുന്നേൽപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മുന്നേറ്റ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് മേൽപ്പറമ്പിൽ അവസാനിക്കും. പാർട്ടിയുടെ ജാഥ നമ്മൾ പുറത്തേക്ക് വിട്ടപ്പോൾ തന്നെ പ്രവർത്തകർ ആവേശത്തിലായി. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശങ്കയിലുമായി. കാരണം പല രാഷ്ട്രീയ പാർട്ടികൾക്കും സമരം തുടങ്ങുന്നതിനുള്ള പ്രചോദനം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ ജാഥ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പല ആളുകളും കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം. കാരണം അവര് തുടങ്ങുമ്പോഴോ നമ്മൾ തുടങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ ചെറുതാവും. എന്തായാലും കേരളത്തില് സമര ജാഥകളുടെ അല്ലെങ്കിൽ പല പേരുകളിൽ പല നേതാക്കന്മാരും പാർട്ടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് 2-3 മാസക്കാലം ഇത് തന്നെ തുടരും. കാരണം പാർലമെന്റ് ഇലക്ഷൻ വഴിയാണ്. ഇനി അടുത്ത ചോദ്യം അതാണ്, നിങ്ങളുടെ പാർട്ടി മത്സരിക്കോ? എന്താ നമുക്ക് മത്സരിക്കാൻ പാടില്ല? അതെന്താണെന്ന്, മത്സരിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ സമയത്ത് തീരുമാനിക്കും. അതിന് നമുക്ക് ഇവരുടെ ആരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമില്ല. പലരും പലതും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ആ ആഗ്രഹത്തിൽ ഒത്തുനിന്നു കൊടുക്കലല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പണി. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ പലരും പറയാൻ മടിക്കുന്നത് നമ്മൾ പറയും. അത് പറയാൻ പറ്റാത്ത ആളുകൾക്ക് ഞങ്ങൾ അവരൊന്നുമില്ല, നിങ്ങളായിക്കോ എന്ന് പറഞ്ഞാൽ കരക്കാരുടെ ഉള്ളിലേക്ക് തന്തയാവാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മളൊരു ഉയർത്തിയ മുദ്രാവാക്യം ഈ രാജ്യത്ത് രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ടിരുന്നു. ഭരണഘടനയെ വെച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി 1947 സ്വാതന്ത്ര്യം നേടി. രാജ്യം സ്വതന്ത്രമായപ്പോൾ രാഷ്ട്രത്തിനു വേണ്ടി സമരം ചെയ്തവർ, സ്വാതന്ത്ര്യ സമര ശക്തികൾ, അവർ സ്വപ്നം കണ്ടു. അവർ ജയിലിൽ പോയി. അവര് ബ്രിട്ടീഷുകാരെ തല്ലുകൊണ്ടു, പലരെയും കൊലപ്പെടുത്തി, പലരെയും നിരുപാധികം പല രീതിയിലുള്ള ക്രൂരതകൾക്ക് വിധേയമാക്കി. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഭരണഘടന. ആ ഭരണഘടനാ ശില്പികളെ പോലും ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന് യാതൊരു വിധത്തിലും ബഹുമാനമില്ല, ആദരവില്ല. അവരുടെ പേര് പറയാൻ പോലും താല്പര്യമില്ല. അവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് ഈ ഭരണഘടന ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രിമാരുണ്ടാകുന്നത്, മന്ത്രിമാരുണ്ടാകുന്നത്, രാജ്യത്തോരോ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. അതൊരു ഗവർണറുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാരമോ കച്ചീട്ടിലോ അല്ല, ഒരു പ്രധാനമന്ത്രിയും കൊണ്ടുവന്നതല്ല, ഒരു മുഖ്യമന്ത്രിമാരും കൊണ്ടുവന്നതല്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന, ആ ഭരണഘടന അന്തസ് ഇത് എഴുതിയുണ്ടാക്കിയ പ്രഗത്ഭരായ ഭരണഘടനാ ശില്പികൾ പറഞ്ഞതെന്താ? ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ല ഭരണഘടനയാണ്, ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടനയാണ്. പക്ഷേ ഈ ഭരണ ഉപയോഗിക്കുന്നവർ ശുദ്ധിയില്ലാത്തവർ, കൃത്യതയില്ലാത്തവർ, മര്യാദയ്ക്ക് ഇത് ചെയ്യാൻ അറിയാത്തവർ,
ഈ ഭരണഘടന ഉപയോഗിച്ചാൽ അതിന്റെ ദൂഷ്യം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഭരണഘടന പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ് ഭരണാധികാരികൾ. ഈ ഭരണഘടനയിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല കാര്യങ്ങളും പറയുന്നു. ഞാനാണ് ഗ്യാരണ്ടി. ആര് ഗ്യാരണ്ടി? ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കണം. ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞത്? വാഗ്ദാനങ്ങൾ. എന്റെയും നിങ്ങളുടെയും ഒക്കെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷത്തിലധികം രൂപ തരും. നിങ്ങൾ എല്ലാവരും അക്കൗണ്ട് തുടങ്ങുക. വന്നോ? വന്നില്ല. ഒന്നാമത്തെ കള്ളത്തരം. പല വാഗ്ദാനങ്ങൾ പറഞ്ഞു. വിദേശ പണം, കള്ളപ്പണം മുഴുവൻ ഞങ്ങൾ കണ്ടുകെട്ടും. കണ്ടുകെട്ടിയോ? കണ്ടുകെട്ടിയില്ല. എല്ലാ ആളുകൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകും. ഒരു വർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും. ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന് പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ വളരെ പെട്ടെന്ന് രാജ്യത്ത് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന നോട്ട് നിരോധന സംവിധാനം കൊണ്ടുവന്നു. ആ നോട്ട് നിരോധന സംവിധാനത്തോടുകൂടി രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത തകർന്നു. ഇന്ന് അതിന്റെ തെളിവ് നമ്മൾക്കറിയാം. പണ്ട് നമ്മള് നോട്ട് നിരോധനത്തിന് മുമ്പ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നിന്ന് കച്ചവടക്കാർ തന്നെയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നമ്മൾ കുറച്ച് കടം ചോദിക്കും, പണം. അവര് പണം കൊടുക്കും, വൈകുന്നേരം തിരിച്ചു കൊടുക്കും. പണം ക്രയവിക്രയം നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നോ എല്ലാം ഇന്ന് ബാങ്കിൽ പോകണം. ഗൂഗിൾ പേ ആണ്, ഡിജിറ്റൽ സംവിധാനമാണ്. ഈ ഡിജിറ്റൽ സംവിധാനത്തോടുകൂടി രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായ ദുരിതം, സാമ്പത്തിക അസ്ഥിരത, കെടുകാര്യസ്ഥത അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നടപ്പിലാക്കുമ്പോഴാണ് രണ്ടാമത് അധികാരത്തിൽ വരുന്നു. ഏത് രീതിയിലാണെന്ന് നമുക്കറിയാം. അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പറഞ്ഞതെന്താ? ഞാനാണ് ഈ കേരളത്തിൽ തന്നെ വന്നുകൊണ്ടാണ് പറഞ്ഞത്. തൃശൂർ ജില്ലയിൽ വെച്ച് 18 പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. ഞാൻ ഗ്യാരണ്ടി. കുടിമുറികൾ ഞങ്ങൾ കൊടുക്കും, ഞാൻ ഗ്യാരണ്ടി. കുടിവെള്ളം ഞാൻ കൊടുക്കും, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങി 18 പ്രാവശ്യം ആവർത്തിച്ചു. നമ്മൾ പറയുന്നു മോഡിയല്ല ഗ്യാരണ്ടി, ഭരണഘടനയാണ് ഗ്യാരണ്ടി. ഇന്ത്യയിലെ ഭരണഘടന, ആ ഭരണഘടനയ്ക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസം. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. 2 കോടി പോയിട്ട് ഇത്രയും 7 വർഷം ഈ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നിട്ടും എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തു? എത്ര ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തു? കർഷകർ, ഈ ഗവൺമെന്റ് നല്ലതാണെങ്കിൽ കർഷകർ സമരം ചെയ്തു തെരുവിലിറങ്ങുക. ഇവിടുത്തെ കലാപ്രേമികൾ അവര് ഡൽഹിയിൽ സമരം ചെയ്തത് ഇപ്പൊ നാളെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവർ സമരവുമായി രംഗത്തിറങ്ങുകയാണ്. കർഷകർ കഴിഞ്ഞ കർഷക സമരത്തിൽ 700-ലധികം ആളുകളാണ് മരിച്ചു വീണത്. ഏത് രീതിയിലുള്ള സഹായമാണ് കർഷകർക്ക് നൽകിയത്? ഏത് രീതിയിലുള്ള തൊഴിലാണ് നൽകിയത്? ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ്? പുരാണങ്ങളൊക്കെ ചരിത്രങ്ങളാക്കുകയും ചരിത്രങ്ങളൊക്കെ പുരാണങ്ങളാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞതെന്താ? ഐതിഹ്യങ്ങളൊക്കെ ചരിത്ര സംഭവങ്ങളാണ്, നിങ്ങൾ പഠിക്കണം. ഈ രീതിയിൽ ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്നു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ചർച്ച ചെയ്യാനും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റിലാണ്. പക്ഷെ ഇന്ത്യയുടെ പാർലമെന്റില് ഒരു ഏകാധിപതിയെ പോലെ ചർച്ചകൾ വന്നപ്പോൾ 146 MP-മാരെ പുറത്താക്കി.
146 എംപിമാരെ രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷത്തുള്ള ഏകാധിപതികൾ മാത്രം ഇരുന്നുകൊണ്ട് ചർച്ച. നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു. അന്വേഷണ ഏജൻസികളെ വെറും ടൂളുകൾ, ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടെ വഴിനീക്കി നിൽക്കാത്തവരെ, തങ്ങളോടൊപ്പം നിൽക്കാത്തവരെ, തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ, എഴുതുന്നവർ ആരുമാകട്ടെ അവരെയൊക്കെ ED പേടിയും അല്ലെങ്കിൽ NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അന്തസ്സില്ലാത്ത രീതിയിൽ പോകുന്ന, രാഷ്ട്രീയ നേതൃത്വങ്ങളെ വിശ്വാസമില്ലാത്ത രീതിയിൽ പോകുന്ന, കപട രാഷ്ട്രീയ രാജ്യസ്നേഹവുമായി പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ കർഷകൻ ദുരിതത്തിലാണ്, രാജ്യത്തെ തൊഴിലാളികൾ ദുരിതത്തിലാണ്, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ദുരിതത്തിലാണ്, ചേരിവേര നയങ്ങൾ ദുരിതത്തിലാണ്, തുടങ്ങി എല്ലാ വിധത്തിലുള്ള ദൈനംദിനവും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിന്നെ പറയുന്നത് ഗ്യാരണ്ടി എന്താ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഗ്യാരണ്ടി. മോഡിയുടെ ഗ്യാരണ്ടി കോർപ്പറേറ്റുകൾക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കുത്തക സംരംഭങ്ങളായിട്ടുള്ള അദാനിയുടെയും റിലയൻസിന്റെയും ഉൾപ്പെടെയുള്ള പല വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ റീറ്റെയിൽ മേഖലയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചെറുകിട കച്ചവടക്കാർ, നമ്മുടെ പ്രദേശത്തുള്ള മലയോരക്കടക്കാർ, സ്റ്റേഷനറിക്കാർ, ഹോട്ടലുകൾ ഇന്ന് കോർപ്പറേറ്റ് സെക്ഷനിൽ ഇല്ലാത്തത് എന്താണ്? ആശുപത്രിയുണ്ട്, പലചരക്ക് കടകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഇറച്ചിയും മീനും മുട്ടയും വിൽക്കുന്ന കടകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, മെഡിക്കൽ ഷോപ്പുകളുണ്ട്. എല്ലാ മേഖലയിലും കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സാധ്യതകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അങ്ങനെ രണ്ടു കൂട്ടരും രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം നിന്നുകൊണ്ട് ജനങ്ങളെ ശത്രുവായി കണ്ടുകൊണ്ട് ജനമാണ് ഞങ്ങളുടെ ശത്രു, ഈ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമരത്തിന് പോയി. എന്താ പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് പ്രതിസന്ധിയാ. എന്തിന്റെ പ്രതിസന്ധിയാ? സാമ്പത്തിക പ്രതിസന്ധിയാ. പറയുമ്പോ എന്താ? കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ല, സാമൂഹ്യക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, വികസന പദ്ധതികളില്ല, ആശുപത്രികളിൽ മരുന്നില്ല, റോഡ് നന്നാക്കുന്നില്ല, തുടങ്ങി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ മാവേലി സ്റ്റോറുകളിൽ ഒരു സാധനം കിട്ടാനില്ല, ബസ്സുകൾ ഓടുന്നില്ല, ഡീസലില്ല, സാമ്പത്തിക പ്രതിസന്ധി. ഇത് പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷം ഒന്നു ചേർന്നുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആ ദുർച്ചെലവുകള്, ദുർവാശി, പിടിവാശിയുമായി നടക്കുന്ന ഒരേകാധിപതിയുടെ രീതിയിലേക്ക് മാറിയിരിക്കുന്ന മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ നയം ഇപ്പൊ പുതിയ നയം കൊണ്ടുവന്നു. പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പറഞ്ഞെന്താ? വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ 2010 MMA വിദ്യാഭ്യാസ മന്ത്രിയാ. ആ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തില് വാണിജ്യവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്ന ചില പദ്ധതികൾ UPA ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിനെതിരെ സമരം ചെയ്തു. AK ആന്റണി കൊണ്ടുവന്നു 50% സ്വകാര്യ മേഖലയിൽ, 50% ഗവൺമെന്റ് മേഖലയിൽ. 2 കോളേജ് വരുമ്പോൾ ഒരു കോളേജ് ഗവൺമെന്റിന്റേതായി മാറുന്നു. വിദ്യാഭ്യാസ മേഖല തുടർന്നു. ഇപ്പോഴോ ആ എതിർത്ത ആളുകൾ ഇന്ന് അതിന്റെ പിന്നാലെ പോകുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം അങ്ങനെ തകർന്നില്ലേ? ആ തകർച്ചയിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി നേടാൻ
ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് എത്രയോ ചെറുപ്പക്കാരികൾ, യുവതികൾ, യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് പോകുന്നത്. നിലവാരമില്ല. ഓരോ യൂണിവേഴ്സിറ്റിയിലും രാഷ്ട്രീയ പ്രേരിതമായ നിയമനങ്ങൾ, യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾ, അധ്യാപകർ, എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരെയും ഭാര്യമാരും മക്കളും ഭർത്താക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് അധ്യാപകരായിട്ട് വരുന്നു. അവിടെ നിലവാരം കുറഞ്ഞു. ഈ രീതിയിലുള്ള പ്രവൃത്തികളുമായിട്ട് പോകുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങൾ, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് രണ്ട് ഭരണവർഗവും എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജനദ്രോഹമാകുമ്പോൾ ഈ ഭരണഘടനയെ നിലനിർത്താൻ, ഇതിനെ മുറുകെ പിടിക്കാൻ, ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഈ സംഘാടനത്തോടുകൂടി ജനങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാന അന്തരീക്ഷമായ ഭരണഘടനാ സുസ്ഥിരമായ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ ജാഥയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരെയും സമ്മതത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.